സോ വെരി ഗുഡ് മോർണിംഗ് ടു യു ഓൾ. UGC നെറ്റ് എക്സാമിനേഷന്റെ പേപ്പർ 1 കോച്ചിങ്ങുമായി ബന്ധപ്പെട്ടിട്ടുള്ള മറ്റൊരു സെഷനിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുകയാണ്. എല്ലാവരുടെയൊക്കെ പ്രിപ്പറേഷനുകളെ സുഗമമായിട്ടുള്ള രീതിയിൽ മുന്നോട്ട് പോകുന്നു എന്നാണ് പ്രതീക്ഷിക്കുന്നത്. നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് എക്സാമിനേഷന് ഓരോ ദിവസം കഴിയും തോറും ദിവസം ഇങ്ങനെ കുറഞ്ഞു വരികയാണ്. അപ്പൊ നമ്മൾ ഓരോ ദിവസം കഴിയും തോറും നമ്മളുടെ ഒരു പ്രിപ്പറേഷന്റെ ഡെപ്തും അതിൻ്റെ ഒരു എത്രത്തോളം നമുക്ക് കവർ ചെയ്യാൻ പറ്റുമോ അതൊക്കെ നമുക്ക് മാക്സിമം കവർ ചെയ്തിട്ട് നമ്മൾ മുന്നോട്ട് പോയാൽ മാത്രമേ നമുക്ക് JRF എന്ന് പറയുന്നത് അച്ചീവ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. നമ്മൾ ഇന്ന് കുറച്ചൊരു എഫേർട്ട് നമുക്ക് ഇടാൻ സാധിക്കുകയാണ് എങ്കിൽ ഇൻ ഫ്യൂച്ചർ നമുക്ക് അതിനൊക്കെയുള്ള റിസൾട്ട് നമുക്ക് ലഭിക്കും എന്നുള്ളതാണ് നമ്മളുടെ ഒരു JRF എക്സ്പീരിയൻസ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എനിവേ നമുക്ക് ഇന്നത്തെ ഒരു ടോപ്പിക്കിലേക്ക് കടന്നു വരാം. അപ്പൊ നിങ്ങൾ സ്ക്രീനിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും നിങ്ങൾ ഈ ഒരു ഫിഗറുമായിട്ട് നിങ്ങൾ ഫെമിലിയർ ആയിരിക്കും. ട്രോജൻ ഹോഴ്സ് എന്ന് പറഞ്ഞിട്ട് ഇനി നിങ്ങൾ ഈ ഒരു ദൃശ്യം കണ്ട് നിങ്ങൾ മനസ്സിലാവുന്നില്ലെങ്കിലും നിങ്ങൾ ആ ഒരു ട്രോജൻ ഹോഴ്സ് എന്ന് കേൾക്കുന്ന സമയത്ത് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടാവും. സോ ട്രോജൻ ഹോഴ്സ് എന്ന് പറയുന്നത് ഏകദേശം 10 വർഷത്തോളം ഗ്രീക്കുകാര് സിറ്റി ഓഫ് ട്രോയ് കീഴ്പ്പെടുത്തുന്നതിന് വേണ്ടിയിട്ട് കഠിനമായിട്ടുള്ള പരിശ്രമം നടത്തി. ഇപ്പൊ നമുക്ക് ഗ്രീക്ക് ഹിസ്റ്ററിയിലുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു ഫിഗറാണ് ഒഡീസിയസ് എന്ന് പറയുന്നത്. ഒഡീസിയസിന്റെ നേതൃത്വത്തിലുള്ള സൈന്യം ഏകദേശം 10 വർഷത്തോളം സിറ്റി ഓഫ് ട്രോയ് ഉപരോധിക്കുകയാണ്. പക്ഷെ അത്ര അവർ ഉപരോധിച്ച് കഴിഞ്ഞിട്ടും ആ സിറ്റി അവർക്ക് കീഴ്പ്പെടുത്താൻ സാധിക്കുന്നില്ല. അപ്പൊ ആ ഒരു ഘട്ടത്തില് ഒഡീസിയസ് ഒരു ഐഡിയയുമായിട്ട് കടന്നു വരികയാണ്. ആ ഐഡിയ എന്ന് പറയുന്നത് നമ്മൾ മരം ഉപയോഗിച്ചുകൊണ്ട് ഒരു വലിയ മരക്കുതിര ഉണ്ടാക്കും. നിങ്ങൾ ഈ ദൃശ്യത്തിൽ കാണുന്നത് പോലെ നമ്മൾ ആ വലിയ മരക്കുതിര ഉണ്ടാക്കിയിട്ട് നമ്മൾ എന്ത് ചെയ്തു, നമ്മൾ ഗ്രീക്കിലെ സൈനികര് ഒരു പറ്റം സൈനികർ ഈ ഒരു കുതിരക്കുള്ളിൽ നമ്മൾ കയറി പറ്റുക. എന്നിട്ട് ബാക്കിയുള്ള ആളുകൾ യുദ്ധം അവസാനിച്ചു, ഞങ്ങൾ ഈ ഒരു ഉപരോധം പിൻവലിച്ച് ഞങ്ങൾ പിരിഞ്ഞു പോകുന്ന അർത്ഥത്തിൽ പിരിഞ്ഞു പോവാം. അപ്പൊ എന്ത് ചെയ്യും, ഈ ഒരു മരക്കുതിര ഈ ഒരു ട്രോയിലുള്ള അവരുടെ ചെറുത്തുനിൽപ്പിന്റെ ഒരു പ്രതീകമായിട്ട് നമ്മൾ അവർക്ക് ഒരു സമ്മാനമായിട്ട് കൊടുക്കുന്നു എന്ന് വെച്ചിട്ട് അവർ ഇതിനെ അകത്തേക്ക് കൊണ്ടുപോകുമെന്നുള്ള ഒരു പ്രതീക്ഷയിൽ ഒരു പ്ലാൻ ഒഡീസിയസ് അവതരിപ്പിക്കുകയാണ്. ഒഡീസിയസ് പ്ലാൻ അവതരിപ്പിക്കുന്നു, പ്ലാൻ അപ്രൂവ് ആവുന്നു, അവരെ അതേപടി പ്രവർത്തിക്കുന്നു. അങ്ങനെ അവര് ഗ്രീക്കിലുള്ള മറ്റു സൈനികരൊക്കെ തന്നെയും പിരിഞ്ഞുപോയി. അങ്ങനെ ഈ ഒരു മരക്കുതിരയെ അവിടെ ഉപേക്ഷിച്ചിട്ട് അപ്പൊ ആ സമയത്ത് സിറ്റി ഓഫ് ട്രോയിലുള്ള ആളുകൾ അവരുടെ സൈനികർ മനസ്സിലാക്കി ഗ്രീക്കുകാർ പിന്തിരിഞ്ഞു കഴിഞ്ഞു, അവർ പേടിച്ചോടിക്കഴിഞ്ഞു എന്ന് അവർ വിചാരിക്കുകയും അങ്ങനെ അവരെന്ത് ചെയ്യാൻ അവരുടെ ഒരു ഉപഹാരമായിട്ട് അവരോട് വെച്ചുപോയ മരക്കുതിര, അപ്പൊ അതിന് ആ ഒരു സമ്മാനത്തിൽ ഇവര് കുറെ ആളുകൾ ചേർന്നിട്ട് സിറ്റി ഓഫ് ട്രോയുടെ കൊത്തളങ്ങളുടെ വാതിലുകൾ കടന്നുകൊണ്ട് അവർ അകത്തേക്ക് കൊണ്ടുവരികയാണ്. അകത്തേക്ക് കൊണ്ടുവന്ന് രാത്രിയിൽ ഇവർ ഉറങ്ങുന്ന സമയത്ത് ഈ മരക്കുതിരയിൽ അകത്തുണ്ടായിരുന്ന ആളുകൾ ഒന്നടങ്കം പുറത്തെത്തുകയും അവർ ആ ട്രോയ് എന്ന് പറയുന്ന നഗരം കീഴ്പ്പെടുത്തുകയും ചെയ്തു എന്നുള്ളതാണ്. നമ്മൾ ഈ UGC നെറ്റിന്റെ ഒരു പേപ്പർ 1 കോണ്ടെക്സ്റ്റിൽ എന്തിനാണ് ഞാനിതോടെ പ്രസന്റ് ചെയ്തത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ കോംപ്രിഹെൻഡ് ചെയ്തെടുക്കുക എന്നുള്ളതിന് ഒരു ഇമ്പോർട്ടൻസ് സൂചിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. നിങ്ങൾക്കറിയാം ഇവിടെ സിറ്റി ഓഫ് ട്രോയിലുള്ള ആളുകൾ എങ്ങനെയാണ് ഗ്രീക്കുകാരാൽ കീഴ്പ്പെടുത്തപ്പെട്ടിട്ടുള്ളത്. അപ്പൊ അതിനൊരു റീസൺ എന്ന് പറയുന്നത് ഈ ഒരു വുഡൻ ഹോഴ്സിനെ, ഈ ഒരു ട്രോജൻ ഹോഴ്സിനെ അവർക്ക് കോംപ്രിഹെൻഡ് ചെയ്തെടുക്കാൻ സാധിച്ചിട്ടില്ല എന്നുള്ളതാണ്. അപ്പൊ കോംപ്രിഹെൻഡ് ചെയ്തെടുക്കുക എന്ന് പറഞ്ഞാൽ എന്താണ്, നമുക്ക് ചില മെറ്റീരിയൽസ് നമുക്ക് ഓൾറെഡി തരും, പക്ഷെ അതിനപ്പുറത്തുള്ള ചിലതിനെ നമ്മൾക്ക് ആലോചിക്കാനും നമുക്ക് അതിനെ ആൻസർ കണ്ടെത്താനുമുള്ള ഒരു കപ്പാസിറ്റി അല്ലെങ്കിൽ ആ ഒരു ക്യാപ്പബിലിറ്റിയാണ് നമ്മൾ ഒരു കോംപ്രിഹെൻഷൻ എന്നുള്ളതുകൊണ്ട് അർത്ഥമാക്കുന്നത്. നമ്മളൊരു പാസേജ് കോംപ്രിഹെൻഷനിലേക്ക് വരുന്ന സമയത്തും ഇത് തന്നെയാണ് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത്. എന്നോട് നിങ്ങൾ UGC നെറ്റ് എക്സാമിനേഷനിൽ വളരെ എളുപ്പത്തിൽ നമ്മൾക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒരു മേഖല ഏതാണെന്ന് ചോദിച്ചാൽ അത് പാസേജ് കോംപ്രിഹെൻഷൻ ആണ്. ഞാനത് പറയാനുള്ള കാരണം എന്ന് പറയുന്നത് നമുക്ക് പേപ്പർ 1 46 മുതൽ 50 വരെയുള്ള ചോദ്യങ്ങളും ഇനി പേപ്പർ 2 വരുന്ന സമയത്ത് ഏകദേശം 10ഓളം ചോദ്യങ്ങളും പാസേജ് കോംപ്രിഹെൻഷനുമായി ബന്ധപ്പെട്ട് വരാറുണ്ട്. അതിൽ പേപ്പർ 1 വരുമ്പോൾ അതൊരു ജനറൽ പാസേജ് ആയിരിക്കും, 2 വരുന്ന സമയത്ത് സബ്ജക്ട് സ്പെസിഫിക് ആയിട്ടുള്ള പാസേജ് ആയിരിക്കും. ഇനി സബ്ജക്ട് സ്പെസിഫിക് ആയിട്ടുള്ള പാസേജ് ആണെങ്കിലും നമ്മൾക്ക് അതിന്റെ ഒരു ട്രിക്കുകൾ നമ്മൾ മനസ്സിലാക്കുകയാണെങ്കിൽ ടു എൻ എക്സ്റ്റെന്റ് നമ്മൾക്ക് എളുപ്പത്തിൽ ആൻസർ ചെയ്യാൻ പറ്റുന്നതാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ ഒരു വലിയ അർത്ഥത്തിൽ നമ്മൾ അതിനുവേണ്ടി പ്രിപ്പറേഷൻ നടത്തിയിട്ടില്ല എങ്കിൽ ഏകദേശം 30ഓളം മാർക്കുകൾ നമ്മൾക്ക് നഷ്ടപ്പെടാൻ സാധ്യതയുള്ളതും, എന്നാൽ നമ്മളൊന്ന് പ്രിപ്പയർ ചെയ്ത് കഴിഞ്ഞാൽ 30 മാർക്ക് നമ്മൾക്ക് വളരെ ഈസിലി സ്കോർ ചെയ്യാൻ പറ്റുന്നതുമായിട്ടുള്ള ഒരു ഫീൽഡാണ് പാസേജ് കോംപ്രിഹെൻഷൻ. ഞാനതല്ലേ ജസ്റ്റ് നമ്മൾ എന്തൊക്കെയാണ് പോയിന്റ്സ് ടു കീപ്പ് ഇൻ മൈൻഡ് നമ്മളൊരു പേപ്പർ 1 പാസേജ് കോംപ്രിഹെൻഷന് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് നമ്മൾ മനസ്സിൽ സൂക്ഷിക്കേണ്ടുന്ന ചില കാര്യങ്ങളെ കുറിച്ച് സംസാരിച്ചു തുടങ്ങാമെന്നാണ് വിചാരിക്കുന്നത്. അതിൽ ഒന്നാമത്തെ ഒരു പോയിന്റ് എന്ന് പറയുന്നത് അണ്ടർസ്റ്റാൻഡ് ദ സ്ട്രക്ചർ, ടോൺ ആൻഡ് പെർസ്പെക്റ്റീവ് ഓഫ് ദി പാസേജ്. നമ്മളൊരു പാസേജ് നമുക്ക് ലഭിച്ചു കഴിഞ്ഞാൽ പാസേജ് പല ടോണിലുള്ള പല പെർസ്പെക്റ്റീവിലുള്ള പാസേജുകൾ ഉണ്ടാവും.
ചിലപ്പോൾ ഒരു പോസിറ്റീവ് ടോണിലുള്ള ഒരു പാസേജ് ഉണ്ടാകും. നമ്മളത് വായിച്ചു കഴിഞ്ഞാൽ ഓക്കെ ഇതൊരു പോസിറ്റീവ് ടോൺ ആണ് എന്ന് നമുക്ക് പിടികിട്ടിക്കഴിഞ്ഞാൽ പല ക്വസ്റ്റ്യൻസും നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റുന്നുള്ളതാണ്. നെഗറ്റീവ് ടോണിലുള്ളത് ഉണ്ടാകും, സർക്കാസ്റ്റിക് ടോണിലുള്ള പാസേജുകൾ ഉണ്ടാകും, ഒരു ഡിഡാക്റ്റിക് ടോണിൽ എന്തെങ്കിലും ഒരു മോറൽ പർപ്പസ് വെച്ചിട്ടൊക്കെ ഒരു നന്മ പകർന്നു കൊടുക്കാം എന്നുള്ള അർത്ഥത്തിലുള്ള പാസേജുകൾ ഉണ്ടാവും. ആ ഒരു പാസേജിന്റെ ഒരു ടോണ് പെർസ്പെക്റ്റീവ് ഒക്കെ നമുക്ക് മനസ്സിലാക്കുക എന്നുള്ളതാണ്. മറ്റൊന്നാണ് ഇതിൽ ഫസ്റ്റ് തന്നെയുള്ള സ്ട്രക്ചർ മനസ്സിലാക്കുക എന്നുള്ളത്. നമ്മെ സംബന്ധിച്ചിടത്തോളം ഒരു ഹ്യൂമൻ മൈൻഡിന്റെ തന്നെ ഒരു പൊതുവായ ഫീച്ചർ എന്ന് പറയുന്നത് നമ്മളൊരു വലിയ പാസേജ് നമുക്ക് കിട്ടി, ഒരു 10 ലൈനുള്ള പാസേജ്. ഈ 10 ലൈനുള്ള പാസേജ് ഒരൊറ്റ പാരഗ്രാഫ് ആയിട്ടാണ് നമുക്ക് തരുന്നതെങ്കിൽ നമുക്ക് ഒന്ന് കുഴങ്ങും. കാരണം നമ്മളൊരു കണ്ണ് പേടിച്ചു പോകും. നമ്മളുടെ കണ്ണ് ഇത് കണ്ടിട്ട് നോക്കി ഇതൊരു 10 ലൈനുള്ള പാരഗ്രാഫ് ഉണ്ടല്ലോ, ഇത് എനിക്ക് ആൻസർ ചെയ്യാൻ പറ്റുമെന്ന് സ്വാഭാവികമായിട്ട് നിങ്ങൾക്ക് ഒരു സംശയം ഉണ്ടാവും. ഇനി നിങ്ങൾ ഇതേ 10 ലൈനുള്ളത് നിങ്ങൾ വേറെ ഒരു വേർഡ് മാറ്റുന്നില്ല, നിങ്ങൾ അതിനൊരു 3 പാരഗ്രാഫ് അല്ലെ 2 പാരഗ്രാഫിലാക്കി തിരിച്ചാൽ ഒക്കെ നമുക്ക് പിന്നെയും നോക്കി ഇത് എനിക്ക് ആൻസർ ചെയ്യാൻ പറ്റുന്നതാണ്. നമ്മൾ അതിന്റെ ഒരു സ്ട്രക്ചർ, അതിന്റെ ഒരു ടോൺ, അതിന്റെ ഒരു പെർസ്പെക്റ്റീവ് മനസ്സിലാക്കുക എന്നുള്ളതാണ്. ഇനി രണ്ടാമതായിട്ടുള്ള സംഗതി എന്ന് പറഞ്ഞാൽ അൺലേണിംഗ് ദി പ്രീജുഡൈസസ് എന്നുള്ളതാണ്. അത് അങ്ങേയറ്റം പ്രധാനപ്പെട്ടതാണ്. നമ്മൾ എൻവയോൺമെന്റൽ കൺസർവേഷൻ അല്ലെങ്കിൽ വാട്ടർ കൺസർവേഷൻ, സോയിൽ കൺസർവേഷൻ, ഫോറസ്റ്റ് കൺസർവേഷൻ, ഇതൊക്കെ നമ്മളുടെ ചെറുപ്പകാലം തൊട്ടിട്ട് നമ്മളുടെ ഒരു LP സ്കൂൾ മുതൽക്ക് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്ന ഡിസ്കസ് ചെയ്യുന്ന ചില ടോപ്പിക്സ് ആണ്. അപ്പൊ ഇത്തരം ടോപ്പിക്കുകളിൽ നമുക്ക് ഒരുപാട് അവെയർ ആയിരിക്കും നമ്മൾ. അപ്പൊ നമ്മൾ അവെയർ ആയിരിക്കുന്നത് കൊണ്ട് തന്നെയുള്ള ഒരു പ്രശ്നം എന്ന് പറഞ്ഞാല് നമ്മളോട് ആ ഒരു പാസേജിന് ശേഷം വരുന്ന 5 ചോദ്യങ്ങളിലുള്ള ചോദ്യങ്ങൾ എന്ന് പറയുന്നത് ആ പാസേജിനെ ബേസ് ചെയ്തിട്ട് ആൻസർ ചെയ്യാനുള്ളതാണ്. അതല്ലാതെ നമ്മൾക്ക് അതേക്കുറിച്ചുള്ള നോളജ് എക്സ്പ്രസ് ചെയ്യാനുള്ളതല്ല. അപ്പൊ പലപ്പോഴും ആളുകൾക്ക് സംഭവിക്കുന്ന ഒരു ഫാൾട്ട് എന്താണെന്ന് വെച്ചാൽ അവർക്ക് ആ ഒരു വിഷയത്തിൽ, പ്രത്യേകിച്ച് ഒരു എൻവയോൺമെന്റൽ കൺസർവേഷൻ, നമ്മൾ എല്ലാ വർഷവും ജൂൺ 5-ാം തീയതി പരിസ്ഥിതി ദിനം ആചരിക്കുന്നത് കൊണ്ട് തന്നെ എല്ലാവരും ഇതിനെക്കുറിച്ച് അവെയർ ആയിരിക്കും. അപ്പൊ നമ്മൾ അതുമായിട്ട് ബന്ധപ്പെട്ട് നമ്മുടെ മനസ്സിൽ ഒരുപാട് പ്രീജുഡൈസസ് ഉണ്ടാവും. നമ്മൾ ആൻസർ ചെയ്യുന്ന സമയത്ത് പലപ്പോഴും നമ്മൾ ഇത്തരം പ്രീജുഡൈസസിനെ ബേസ് ചെയ്ത് ആൻസർ ചെയ്യുകയും പാസേജിലുള്ളത് ഉത്തരം വേറെ ആയിരിക്കുകയും നമുക്ക് മാർക്ക് നഷ്ടപ്പെടാനുള്ള സാധ്യതയുണ്ട്. നമ്മെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ആ പ്രീജുഡൈസസിനെ അൺലേൺ ചെയ്യണം. അൺലേൺ ചെയ്തിട്ട് എന്താണോ പാസേജിലുള്ളത് അതിനെ ബേസ് ചെയ്തിട്ട് ആൻസർ ചെയ്യാന്നുള്ളതാണ്. മൂന്നാമത്തത് ഡെവലപ്പ് സ്ട്രോങ് വൊക്കാബുലറിയാണ്. നമ്മൾ വളരെ സ്ട്രോങ് വൊക്കാബുലറി ഡെവലപ്പ് ചെയ്യണം. വൊക്കാബുലറി ഡെവലപ്പ് ചെയ്യാന്നാണ് അതിന് വായിക്കുക എന്നുള്ളത് തന്നെയാണ് നമുക്ക് അതിനുള്ളൊരു വഴി എന്ന് പറയുന്നത്. ഇനി അങ്ങനെ ഒരു വൊക്കാബുലറി അത്രത്തോളം ഇല്ല എങ്കിൽ പോലും ഒരു പാസേജിന്റെ കോണ്ടെക്സ്റ്റിൽ നിന്ന് ആ ഒരു വേർഡിന്റെ മീനിങ് കണ്ടുപിടിക്കാനുള്ള ഒരു കപ്പാസിറ്റി അത് നമ്മൾ പ്രാക്ടീസ് ചെയ്യുന്നതിലൂടെ നമുക്ക് സ്വാഭാവികമായിട്ടും വന്നു ചേരുന്നുള്ളതാണ്. മറ്റൊന്ന് അറൈവ് അറ്റ് ലോജിക്കൽ കൺക്ലൂഷൻ. നമ്മൾ ലോജിക്കൽ കൺക്ലൂഷനിൽ എത്തേണ്ടതായിട്ട് വരും. അതായത് ഞാനിതിൽ ചില ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ഉണ്ട്. അപ്പൊ അതിനെ ഡിസ്കസ് ചെയ്യുന്ന സമയത്ത് നമ്മളത് കുറച്ചുകൂടി എലാബറേറ്റ് ചെയ്യും. ബട്ട് എനിവേ നമ്മൾക്ക് നൽകിയിരിക്കുന്ന വിവരങ്ങൾ, 2 വിവരങ്ങൾ നൽകിയിരിക്കുന്നതനുസരിച്ചിട്ട് മൂന്നാമത്തെ ഒരു കൺക്ലൂഷനിലേക്ക് നമ്മൾ എത്തിച്ചേരാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട് എന്നുള്ളതാണ്. മറ്റൊന്ന് സ്കിമ്മിങ് ത്രൂ പാസേജസ് എന്നുള്ളതാണ്. അപ്പൊ അതിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമുക്കറിയാം നമ്മൾ UGC നെറ്റ് എക്സാമിനേഷൻ എന്ന് പറയുന്നത് മൊത്തം 3 മണിക്കൂറാണ്. അതിൽ 150 ചോദ്യങ്ങൾ. സ്വാഭാവികമായിട്ടും 50 ചോദ്യങ്ങൾക്ക് 1 മണിക്കൂറാണ് നമ്മൾ ഐഡിയലി നമുക്ക് കണക്കാക്കാൻ പറ്റുന്നത്. 50 ചോദ്യങ്ങൾക്ക് 60 മിനിറ്റ്. പേപ്പർ 1 ഈ 50 ചോദ്യങ്ങൾക്ക് 60 മിനിറ്റ് എന്ന് പറയുന്ന സമയത്ത് പേപ്പർ 1 ഈ ഒരു പാസേജ് കോംപ്രിഹെൻഷന്റെ സ്ട്രക്ചർ എവിടെയാണ് വരിക എന്ന് വെച്ചാൽ 46 മുതൽ 50 വരെയുള്ള ചോദ്യങ്ങളായിട്ടാണ്. നമുക്ക് 1 മുതൽ 5 വരെ ഡാറ്റ ഇന്റർപ്രിട്ടേഷൻ ആയിരിക്കും. അതിന് നമുക്ക് അധികം സമയം പോകും. പിന്നീട് നമ്മൾ മാത്തമാറ്റിക്കൽ റീസണിങ്ങിനും കുറച്ചധികം സമയം ചെലവാക്കേണ്ടി വരും. ഇനി ലോജിക്കൽ റീസണിങ്ങും ചിലപ്പോൾ നമ്മൾ കുറച്ചധികം സമയം ചെലവാക്കേണ്ടി വരും. അപ്പൊ ഇങ്ങനെ നമ്മളിങ്ങനെ പോയി അവസാനം 46ാമത്തെ ക്വസ്റ്റ്യൻ എത്തുന്ന സമയത്ത് നമുക്ക് വലിയ സമയം ഉണ്ടാവില്ല. നമ്മൾ ഈ സമയമില്ലാത്തതിന്റെ ഒരു വെപ്രാളത്തിൽ നമുക്ക് സംഭവിക്കുന്ന ഒരു അബദ്ധം എന്ന് പറഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യുന്നു, നമ്മൾ പാസേജ് വായിക്കുന്നു, വീണ്ടും നമ്മൾ ക്വസ്റ്റ്യനിലേക്ക് പോകുന്നു. ആ ക്വസ്റ്റ്യൻ വായിച്ചിട്ട് വീണ്ടും പാസേജിലേക്ക് വരുന്നു, ഉത്തരം കിട്ടാൻ പറ്റുമോ നോക്കും, കിട്ടിയാൽ കിട്ടി, പോയാൽ പോയി. നമ്മൾ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകുന്നു, വീണ്ടും പാസേജിലേക്ക് വരുന്നു, ക്വസ്റ്റ്യൻ പാസേജ്, ക്വസ്റ്റ്യൻ പാസേജ്. അങ്ങനെ ചുരുക്കത്തില് നമ്മൾ ആ ഒരു 5 ചോദ്യം ആൻസർ ചെയ്യാൻ ശ്രമിക്കുന്നതിനിടെ, ആൻസർ ചെയ്ത് കഴിയല്ല, ശ്രമിക്കുന്നതിനിടെ പോലും ഏറ്റവും ചുരുങ്ങിയത് 6 തവണ നമ്മൾ പാസേജ് വായിക്കുന്നുണ്ടാവും. ഒരുപാട് സമയനഷ്ടം ഉണ്ടാവും. അപ്പൊ അതിനപ്പുറത്തേക്ക് സ്കിമ്മിങ് ത്രൂ പാസേജ്, അതായത് പാസേജ് മൊത്തത്തിൽ ഒന്ന് ഓടിച്ചു പോയിട്ട് നമുക്ക് ആൻസർ ചെയ്യാനുള്ള ഒരു ടെക്നിക്ക് ഉണ്ട്. അത് നമ്മൾ അറിഞ്ഞിരിക്കണം, അത് ഞാൻ പറയാം. മറ്റൊന്നാണ് ടൈം മാനേജ്മെന്റ് എന്ന് പറയുന്നത്. നമുക്ക് സമയത്തെ കൃത്യമായിട്ട് ശ്രദ്ധിക്കാൻ പറ്റണം. നമ്മൾ ഇതിന്റെ മുകളിൽ ഒരുപാട് സമയം വേസ്റ്റ് ചെയ്യേണ്ടതില്ല. നമ്മൾ കൃത്യമായിട്ട് പ്രാക്ടീസ് ചെയ്യുകയാണെങ്കിൽ. പലപ്പോഴും ആളുകൾ പാസേജ് കോംപ്രിഹെൻഷന് മുകളിൽ പ്രാക്ടീസ് ചെയ്യില്ല. കാരണം എന്താണ്, ഞാൻ ചെറുപ്പം തൊട്ടിട്ട് ഇംഗ്ലീഷിൽ അത്യാവശ്യം ഒരു പുലിയാണ്, അപ്പൊ അതുകൊണ്ട് തന്നെ ഇതെനിക്ക് വളരെ എളുപ്പത്തിൽ ആൻസർ ചെയ്യാമെന്നുള്ള ഒരു വിദ്യാധാരണ ആളുകളിലുണ്ട്. ടൈം മാനേജ്മെന്റിനെ നമ്മൾ പ്രാക്ടീസ് ചെയ്തേ പറ്റുള്ളൂ. അതേപോലെ അവസാനമായിട്ട് പ്രാക്ടീസ് മേക്സ് പെർഫെക്റ്റ് എന്നുള്ളതാണ്. ഞാനതൊരു പാസേജിന്റെ കോണ്ടെക്സ്റ്റിൽ ഇതൊക്കെ ഞാൻ എളുപ്പത്തിൽ പറയാം.
ഇപ്പൊ ഇതാണ് 2025 ജനുവരിയിൽ നടന്നിട്ടുള്ള നെറ്റ് എക്സാമിനേഷനിൽ ഇംഗ്ലീഷിലെ രണ്ടാമത്തെ ഷിഫ്റ്റിലുള്ള ക്വസ്റ്റ്യൻ പേപ്പറാണിത്. ഞാനിതിൽ ഇതിലേക്ക് പോകുന്നതിന് മുമ്പ് UGC നെറ്റ് എക്സാമിനേഷന്റെ പാസേജ് കോംപ്രിഹെൻഷനിൽ പ്രധാനമായിട്ടും 4 ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ആണ് ഉണ്ടാവാറുള്ളത്. ഒന്നാമത്തത് ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്. ഡയറക്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ആ പാസേജിൽ നമ്മൾ ആ ഒരു ലൈന് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് വളരെ എളുപ്പത്തിൽ ഈ ലൈനിൽ തന്നെ ആൻസർ ഉണ്ടെന്ന് പറയാൻ പറ്റുന്ന ഡയറക്റ്റ് ക്വസ്റ്റ്യൻ. രണ്ടാമത്തത് ഇൻഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്. ഇൻഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആവശ്യം എന്ന് പറഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ലോജിക്കൽ കൺക്ലൂഷന്റെ ഒരു കപ്പാസിറ്റി നമുക്ക് ആവശ്യമുണ്ട്. അതായത് 2 വിവരങ്ങൾ നൽകിയിട്ടുണ്ടാവും, അതിൽ നിന്ന് ഇൻഡയറക്റ്റ് ആയിട്ടുള്ള മൂന്നാമത്തെ വിവരം നമ്മൾക്ക് ആ ഒരു വിവരത്തിലേക്ക് നമുക്ക് എത്തിച്ചേരാൻ പറ്റണം. അതാണ് രണ്ടാമത്തെന്ന് പറയുന്നത്. മൂന്നാമത്തെന്ന് പറയുന്നത് എന്താണ്? വൊക്കാബുലറി ആണ്. വൊക്കാബുലറി വളരെ ഡയറക്റ്റ് ആയിട്ട് നിങ്ങൾക്ക് ഇത്തരം ചോദ്യം കാണാം. ഈ ഒരു വാക്കിന്റെ വാട്ട് ഈസ് ദ മീനിങ് ഓഫ് ദിസ് വേർഡ്, അല്ലെങ്കിൽ വാട്ട് ഈസ് ദ സിനണിം ഓഫ് ദിസ് വേർഡ്, അല്ലെങ്കിൽ വാട്ട് ഈസ് ദ ആന്റണിം ഓഫ് ദിസ് വേർഡ്. അപ്പൊ അത് വളരെ വൊക്കാബുലറിയുമായിട്ട് കണക്ട് ചെയ്തിട്ടുള്ളതാണ്. നാലാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് പാസേജ് ആസ് എ ഹോൾ എന്നുള്ളതാണ്. ഇത് മൊത്തത്തിൽ പാസേജിന്റെ ഒരു ഐഡിയയുമായി ബന്ധപ്പെട്ട്, ഒരു ഉദാഹരണത്തിന് ഈ ഒരു പാസേജിന് കൊടുക്കാവുന്ന ഒരു സ്യൂട്ടബിൾ ടൈറ്റിൽ ഏതാണ്, അല്ലെങ്കിൽ ഈ ഒരു പാസേജിന്റെ ഓവറോൾ തീം എന്താണ്, ഇനി ഈ ഒരു പാസേജുമായി ബന്ധപ്പെട്ട് ശരിയല്ലാത്ത പ്രസ്താവനകൾ ഏതാണ്, ഇത്തരത്തിലുള്ള ചോദ്യങ്ങൾ വരാമെന്നുള്ളതാണ്. അപ്പൊ അത് ഈ 4 ക്വസ്റ്റ്യൻസ് ആണ് പ്രധാനമായിട്ടും പാസേജ് കോംപ്രിഹെൻഷനിൽ കണ്ടുവരാറുള്ളത്. ഇനി ഞാൻ നമുക്ക് ഈ ഒരു പാസേജിലേക്ക് കടന്നു പോവാം. ഹാൻഡിക്രാഫ്റ്റ് ഈസ് അബൌട്ട് പ്രോസസിംഗ് മെറ്റീരിയൽസ് ബൈ ഹാൻഡ് വിത്ത് ഹാൻഡ് ടൂൾസ്. ഹാൻഡിക്രാഫ്റ്റിനെ കുറിച്ചാണെന്ന് ക്ലിയർ ആയി. ഹാൻഡിക്രാഫ്റ്റ് എന്നുള്ളത് കൊണ്ട് അർത്ഥമാക്കുന്നത് മെറ്റീരിയൽസിനെ പ്രോസസ് ചെയ്യുകയാണ്. എങ്ങനെ? ബൈ ഹാൻഡ് വിത്ത് ഹാൻഡ് ടൂൾ. കയ്യും അതേപോലെ ഹാൻഡ് ടൂളുകളും ഉപയോഗിച്ചിട്ട് മെറ്റീരിയൽസിനെ പ്രോസസ് ചെയ്യുന്നതാണ് ഹാൻഡിക്രാഫ്റ്റ്. ദ റിസൾട്ട് ക്യാൻ ബി ഹെൽപ്ഫുൾ തിങ്സ് ഓർ ഡെക്കറേറ്റീവ് തിങ്സ്. ഇപ്പൊ റിസൾട്ട് എന്ന് പറയുന്നത് ഹെൽപ്ഫുൾ തിങ് ആയിരിക്കാം, അതേപോലെ ചിലപ്പോൾ ഡെക്കറേറ്റീവ് ആയിരിക്കാം. The materials utilized in the product are natural, industrially processed or may be recycled. നമ്മളിവിടെ ഉപയോഗിക്കുന്ന മെറ്റീരിയൽസ് എന്ന് പറയുന്നത് നാച്ചുറൽ മെറ്റീരിയൽസ് ആയിരിക്കാൻ സാധ്യതയുണ്ട്, ഇൻഡസ്ട്രിയലി പ്രോസസ്ഡ് മെറ്റീരിയൽസ് ആയിരിക്കാൻ സാധ്യതയുണ്ട്, അതേപോലെ റീസൈക്കിൾ ചെയ്യപ്പെട്ടതാവാനും സാധ്യതയുണ്ട്. The models of the product are ancient, revised, traditional and fashionable. അതേപോലെ ഇതിന്റെ മോഡൽസ് എന്ന് പറയുന്നത് എന്തായിരിക്കും? ആൻഷ്യന്റ് ആയിരിക്കാം, റിവൈസ്ഡ് ട്രഡീഷണൽ നിന്ന് റിവൈസ് ചെയ്തതായിരിക്കും, അതേപോലെ ഫാഷനബിൾ ആയിരിക്കും. അപ്പൊ നിങ്ങൾക്ക് നമ്മൾ ഈ പറയുന്ന ഹാൻഡിക്രാഫ്റ്റ് മെറ്റീരിയൽസ് ഒക്കെ ആയിട്ട് നിങ്ങളുടെ ഒരു മനസ്സിലേക്ക് വരാവുന്നതാണ്. നിങ്ങളൊരു ബാഗ്, ഒരു ഹാൻഡിക്രാഫ്റ്റ് ബാഗ്, അല്ലെങ്കിൽ പിന്നെ പല ഡെക്കറേറ്റീവ് ആയിട്ടുള്ള പലതും അത് നിങ്ങളുടെ മനസ്സിലേക്ക് കൊണ്ടുവരാം. ഹാൻഡിക്രാഫ്റ്റ് ഈസ് ഡീപ്ലി ഫ്രോസൺ ഇൻ സൊസൈറ്റി ആൻഡ് കോൺട്രിബ്യൂട്ട്സ് ടു ദ ഐഡിയ ഓഫ് പ്രിസർവിംഗ് ആൻഡ് പെർപച്വേറ്റിംഗ് ട്രഡീഷൻ. അപ്പൊ ഹാൻഡിക്രാഫ്റ്റ് എന്ന് പറയുന്നത് സൊസൈറ്റിയിൽ ഡീപ്ലി ഫ്രോസൺ ചെയ്യപ്പെട്ടിട്ടുള്ളതാണ്, തലമുറകളിലേക്ക് കൈമാറ്റം ചെയ്യപ്പെട്ടു വന്നതാണ്. അതേപോലെ തന്നെ കോൺട്രിബ്യൂട്ട്സ് ടു ദി ഐഡിയ ഓഫ് പ്രിസർവിംഗ് ആൻഡ് പെർപച്വേറ്റിംഗ് ട്രഡീഷൻ. നമ്മൾ ഈ സംസ്കാരങ്ങളെ പ്രിസർവ് ചെയ്യുക, സംരക്ഷിക്കുക, അതിനെ പെർപച്വേറ്റ് ചെയ്യുക, അതിനെ പ്രോത്സാഹിപ്പിക്കുന്നതൊക്കെ ആയിട്ട് ഇതൊക്കെ സംഭാവനകൾ ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ്. നമുക്കറിയാം പിന്നെ ഹാൻഡിക്രാഫ്റ്റുകൾ എടുത്തു കഴിഞ്ഞാൽ അത് പിന്നെ എങ്ങനെയാണ് ട്രഡീഷൻസിനെ പ്രൊമോട്ട് ചെയ്യുന്നത് എന്നുള്ളത്. ഇൻ ദെയർ പ്രോഡക്റ്റ് ക്രാഫ്റ്റേഴ്സ് ട്രാൻസ്ഫർ എൻ ഏരിയ ഓഫ് ദെയർ കൾച്ചറൽ ഹെറിറ്റേജ് ഇൻ ഐഡിയാസ്, ഫോംസ്, മെറ്റീരിയൽസ് ആൻഡ് വർക്ക് വേസ്. അപ്പൊ ഇതില് ക്രാഫ്റ്റേഴ്സ് അവരുടെ പ്രോഡക്റ്റിലൂടെ എന്തൊക്കെ കൺവേ ചെയ്യുന്നുണ്ട്, എന്തൊക്കെ ട്രാൻസ്ഫർ ചെയ്യുന്നുണ്ട്? ഏരിയ ഓഫ് കൾച്ചറൽ ഹെറിറ്റേജിന്റെ ഏരിയാസ് ആണ്. ഏതൊക്കെ ഫോംസിലാണ്? ഐഡിയാസിന്റെ രൂപത്തില്, ഫോംസിന്റെ രൂപത്തില്, മെറ്റീരിയൽസ് ആൻഡ് വർക്ക് ബേസിന്റെ രൂപത്തില്. അതേപോലെ തന്നെ സിമിലർലി ആസ് ദെയർ ഓൺ വാല്യൂസ്, ഫിലോസഫി ഓഫ് ലൈഫ്, ഫാഷൻ ആൻഡ് സെൽഫ് ഇമേജ്. അവരുടെ വാല്യൂസ്, മൂല്യങ്ങൾ, ജീവിതത്തിന്റെ ഫിലോസഫികൾ, ഫാഷൻ, സെൽഫ് ഇമേജ്, ഇതൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്? ഒരു ഹാൻഡിക്രാഫ്റ്റിലൂടെ ട്രാൻസ്ഫർ ചെയ്യപ്പെടുന്നുണ്ട്. ഒരു പ്രൊഡക്റ്റിലൂടെ കേവലമായ ഒരു പ്രൊഡക്റ്റ് മാത്രമല്ല, ഐഡിയാസ്, ഫോംസ്, മെറ്റീരിയൽസ്, വർക്ക് ബേസ്, വാല്യൂസ്, ഫിലോസഫി, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ട്രാൻസ്ഫർ ചെയ്യപ്പെടുന്നുണ്ട് എന്നുള്ളതാണ്. ദെൻ ക്രാഫ്റ്റ്സ് പീപ്പിൾ ഓൾസോ നോൺ ആസ് ആർട്ടിസാൻസ്. അപ്പോൾ അവരുടെ മറ്റൊരു പേര് ആർട്ടിസാൻസ് എന്നുള്ളതാണ്. പൊസസ് ടെക്നിക്കൽ ഡാറ്റ ഓഫ് മെറ്റീരിയൽസ് ആൻഡ് വർക്ക് വേസ്. മെറ്റീരിയൽസിനെ കുറിച്ച്, വർക്ക് വേസിനെ കുറിച്ചുള്ള ടെക്നിക്കൽ ഡാറ്റ അവരുടെ കയ്യിലുണ്ട്. ദേ ആർ സ്കിൽഡ് എംപ്ലോയീസ് ഹൂസ് പ്രൊഫഷൻ റിലൈസ് ഓൺ മാനുവൽ സ്കിൽസ്. അവർ സ്കിൽഡ് എംപ്ലോയീസ് ആണ് എന്ന് മാത്രമല്ല മാനുവൽ സ്കില്ലിലാണ് അവരുടെ പ്രൊഫഷൻ റിലൈ ചെയ്തിരിക്കുന്നത്. ഹാൻഡിക്രാഫ്റ്റ്സ് കണ്ടെയ്ൻ പ്ലെന്റി ഓഫ് ഇംപ്ലിസിറ്റ് ഡാറ്റ വിച്ച് ഗ്രോസ് എവറി ഇയർ. അപ്പൊ ഹാൻഡിക്രാഫ്റ്റിനെ സംബന്ധിച്ചിടത്തോളം ധാരാളക്കണക്കിന് ഇംപ്ലിസിറ്റ് ആയിട്ടുള്ള, അതായത് ഓൾറെഡി ഉള്ള ഒരുപാട് ഡാറ്റ അത് ഓരോ വർഷവും വളർന്നുകൊണ്ടിരിക്കുകയാണ് അബൌട്ട് വിത്ത് സ്കില്ലിലൂടെ. ദ ഓർഡർ ആൻഡ് അപ്രന്റൈസ് സിസ്റ്റം. ഇപ്പോൾ ഓർഡറും അതിനൊരു അപ്രന്റൈസ് സിസ്റ്റം, ട്രെയിനിങ് സിസ്റ്റമാണ്, ഹാസ് ബീൻ വൈഡ്ലി യൂസ് ടു ട്രാൻസ്ഫർ. അപ്പൊ എങ്ങനെയാണ് ഇവരുടെ സ്കില്ലുകളും ഇംപ്ലിസിറ്റ് ഡാറ്റയും ട്രാൻസ്ഫർ ചെയ്യുന്നത്? ഓർഡറിലൂടെയും അപ്രന്റൈസ് സിസ്റ്റത്തിലൂടെയാണ്. നമുക്ക് വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു പാസേജ് ആണ്, വളരെ സിമ്പിൾ. അപ്പൊ ഞാനത് എക്സ്പ്ലെയിൻ ചെയ്തതോടുകൂടി കുറച്ചുകൂടി സിമ്പിൾ ആയിട്ടുണ്ട്. നമ്മൾ ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഒന്നാമത്തത്, ദ വേർഡ് അപ്രന്റൈസ് ഇംപ്ലൈസ്. ഓപ്ഷൻസിലൊക്കെയാണ് കാർപ്പന്റർ, പ്ലംബർ, ട്രെയിനി ആൻഡ് ആർട്ടിസ്റ്റ്.
നമുക്കറിയാം ഇത് വൊക്കാബുലറി റിലേറ്റഡ് ആയി ഞാൻ പറഞ്ഞിട്ടുള്ള 4 ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസിൽ മൂന്നാമത്തെ ടൈപ്പ് വൊക്കാബുലറി റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ അപ്രന്റൈസിന്റെ അർത്ഥം എന്താണ്? അപ്പൊ നമ്മളിവിടെ അപ്രന്റൈസ് എവിടെയാണ് വരിക നോക്കാം. നിങ്ങളുടെ സ്ക്രീനിൽ കാണാൻ പറ്റുന്നുണ്ടാവും. ഇതില് ദി ഓർഡർ ആൻഡ് ഏറ്റവും അവസാനത്തെ സെന്റൻസിൽ കാണാം ദി ഓർഡർ ആൻഡ് അപ്രന്റൈസ് സിസ്റ്റം ഹാസ് ബീൻ വൈഡ്ലി യൂസ് ടു ട്രാൻസ്ഫർ സ്കിൽസ് ആൻഡ് ഇംപ്ലിസിറ്റ് ഡാറ്റ. സ്കില്ലുകളും ഇംപ്ലിസിറ്റ് ഡാറ്റയും ട്രാൻസ്ഫർ ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത് ഓർഡറും അപ്രന്റൈസ് സിസ്റ്റവുമാണ്. അപ്പൊ ഇവിടെ അപ്രന്റൈസ് എന്നുള്ളതുകൊണ്ട് അതിന്റെ വൊക്കാബുലറി അറിയുന്ന ആളുകൾക്ക് എളുപ്പമാണ്, അത് ട്രെയിനീസ് എന്നുള്ളതാണ്. എന്നാൽ ഇനി പിന്നെ വൊക്കാബുലറി അറിയാത്ത ആളുകൾക്കാണെങ്കിൽ കുറച്ചുകൂടി നമ്മൾ ആ ഒരു കോണ്ടെക്സ്റ്റിൽ നിന്ന് ഈസിലി മനസ്സിലാക്കിയെടുക്കാൻ പറ്റും എന്നുള്ളതാണ്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, ഐഡന്റിഫൈ ദ സെൻട്രൽ തീം ഓഫ് ദി പാസേജ്. ഇപ്പൊ ഞാൻ പറഞ്ഞിട്ടുള്ള 4ാമത്തെ ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ്. ഇത് ഓവറോൾ തീം റിലേറ്റഡ് ആയിട്ടുള്ളതാണ്. ഒന്ന് ഇൻവെൻഷൻസ് ഓഫ് ഇന്ത്യ, ക്രിയേഷൻസ് ആൻഡ് ഡിസൈൻസ് ഓഫ് ഇന്ത്യ, ആർക്കിടെക്ചർ ഓഫ് ഇന്ത്യ, ഹാൻഡിക്രാഫ്റ്റ്സ് ഓഫ് ഇന്ത്യ. നിങ്ങൾ തോന്നുന്നു നോക്കി ഇത് ക്രിയേഷൻസ് ആൻഡ് ഡിസൈൻസ് ഓഫ് ഇന്ത്യ അല്ലേ, അല്ലെങ്കിൽ ഇൻവെൻഷൻസ് ഓഫ് ഇന്ത്യ അല്ലേ? പക്ഷെ നമ്മൾ ഇതിലേതാണ് ഈ 4 ഓപ്ഷനുകളിൽ മോസ്റ്റ് സ്യൂട്ടബിൾ ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ ഏതാണ്? അത് ഹാൻഡിക്രാഫ്റ്റ്സ് ഓഫ് ഇന്ത്യ ആണ്. അവിടെ പിന്നെ വേറെ കൺഫ്യൂഷന്റെ ആവശ്യമൊന്നുമില്ല. ഇനി മൂന്നാമത്തത് പിക്ക് ദ സ്റ്റേറ്റ്മെന്റ് വിച്ച് ഈസ് നോട്ട് ട്രൂ. അപ്പൊ അതായത് ഈ ഒരു പാസേജിന്റെ പശ്ചാത്തലത്തിൽ പിന്നെ ഈ ഒരു സ്റ്റേറ്റ്മെന്റിൽ ഏതാണ് ശരിയല്ലാത്തത് എന്നുള്ളതാണ്. നോക്കാം. ക്രാഫ്റ്റ്സ്മെൻ ട്രാൻസ്ഫർ ദെയർ വാല്യൂസ് ആൻഡ് ഫിലോസഫി ഓഫ് ലൈഫ്. ഒന്നാമത്തത്. 2, ദർ ഈസ് നോ ഇംപ്ലിസിറ്റ് ഡാറ്റ ഇൻ ദ ക്രാഫ്റ്റ് മാൻഷിപ്പ്. 3, ദ മെറ്റീരിയൽസ് യൂട്ടിലൈസ്ഡ് ഫോർ ദി ക്രാഫ്റ്റ്സ് ആർ ജനറലി റീസൈക്കിൾഡ്. 4, ദ മോഡൽസ് പ്രിപ്പയർഡ് ബൈ ക്രാഫ്റ്റ്സ്മെൻ ആർ വെരി ഫാഷനബിൾ. നമുക്ക് ഓരോന്നായിട്ട് നോക്കാം. ഇതിൽ ഒന്നാമത്തത് ക്രാഫ്റ്റ്സ്മെൻ ട്രാൻസ്ഫർ ദെയർ വാല്യൂസ് ആൻഡ് ഫിലോസഫി ഓഫ് ലൈഫ്. നമുക്കതില്ലാതെ ഇവിടെ പറഞ്ഞിട്ടുണ്ടോ നോക്കാം. നമ്മൾ നേരത്തെ അത് ഡിസ്കസ് ചെയ്ത സമയത്ത് നിങ്ങൾ ഓർക്കുന്നുണ്ടാവും. ക്രാഫ്റ്റേഴ്സ്, അതായത് നിങ്ങൾക്ക് കൂടെ കാണാം 6ാമത്തെ ലൈനില് അവസാനത്തിലേക്കായിട്ട് ക്രാഫ്റ്റേഴ്സ് ട്രാൻസ്ഫർ എൻ ഏരിയ ഓഫ് ദെയർ കൾച്ചറൽ ഹെറിറ്റേജ് ഇൻ ഐഡിയാസ്, ഫോംസ്, മെറ്റീരിയൽസ് ആൻഡ് വർക്ക് വേസ് സിമിലർലി ആസ് ദെയർ ഓൺ വാല്യൂസ്, ഫിലോസഫി ഓഫ് ലൈഫ്. അപ്പോൾ ഫിലോസഫി ഓഫ് ലൈഫും വാല്യൂസും ഒക്കെ ട്രാൻസ്ഫർ ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് പറയുന്നത്. സ്വാഭാവികമായിട്ടും ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് ശരിയാണ്. ഇനി രണ്ടാമത്തത്, ദർ ഈസ് നോ ഇംപ്ലിസിറ്റ് ഡാറ്റ ഇൻ ക്രാഫ്റ്റ്സ്മാൻഷിപ്പ്. ക്രാഫ്റ്റ്സ്മാൻഷിപ്പിൽ ഒരു ഇംപ്ലിസിറ്റ് ഡാറ്റ ഇല്ല എന്നുള്ളതാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. നമ്മൾ പാസേജിലേക്ക് വരാം. പാസേജിൽ നിങ്ങൾ നോക്കുന്ന സമയത്ത് നിങ്ങൾ അവസാനത്തേതിന് തൊട്ട് മുൻപുള്ള സെന്റൻസ് നിങ്ങൾ നോക്കാം. ഹാൻഡിക്രാഫ്റ്റ്സ് കണ്ടെയ്ൻ പ്ലെന്റി ഓഫ് ഇംപ്ലിസിറ്റ് ഡാറ്റ വിച്ച് ഗ്രോസ് എവറി ഇയർ. അപ്പൊ ഹാൻഡിക്രാഫ്റ്റ്സിൽ പ്ലെന്റി ഓഫ് ഇംപ്ലിസിറ്റ് ഡാറ്റ ഉണ്ട് എന്നാണ് പറയുന്നത്, ഇല്ല എന്നല്ല, ഉണ്ട് എന്നാണ് പറയുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ എന്താണ് നമുക്ക് രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് അത് തെറ്റാണ്. അതായത് ഇതിൽ റോങ് ആയ സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത് സെക്കൻഡ് ആണ്. ബട്ട് എനിവേ നമ്മൾ ഇനി 3ഉം 4ഉം കൂടി നോക്കാം. ദ മെറ്റീരിയൽസ് യൂട്ടിലൈസ്ഡ് ഫോർ ദി ക്രാഫ്റ്റ്സ് ആർ ജനറലി റീസൈക്കിൾഡ്. ഈ ക്രാഫ്റ്റിന് ഉപയോഗിക്കുന്ന മെറ്റീരിയൽസ് റീസൈക്കിൾഡ് ആവാനും സാധ്യതയുണ്ട്. നിങ്ങൾക്ക് നോക്കാം. ഇതിൽ പിന്നെ 3ാമത്തെ സെന്റൻസ്, അതായത് സെക്കൻഡ് ലൈനിൽ തന്നെ 3ാമത്തെ സെന്റൻസ്, ദ മെറ്റീരിയൽസ് യൂട്ടിലൈസ്ഡ് ഇൻ ദ പ്രോഡക്റ്റ് ആർ നാച്ചുറൽ, ഇൻഡസ്ട്രിയലി പ്രോസസ്ഡ് ഓർ മേ ബി റീസൈക്കിൾഡ് എന്നുള്ളത്. റീസൈക്കിൾ ചെയ്യപ്പെട്ടതുമായിരിക്കാം. അപ്പൊ അതുകൊണ്ട് തന്നെ എന്താണ്, അതും ശരിയാണ്. ഇനി 4ാമത്തത്, ദ മോഡൽസ് പ്രിപ്പയർഡ് ബൈ ക്രാഫ്റ്റ്സ്മെൻ ആർ വെരി ഫാഷനബിൾ. പ്രിപ്പയർ ചെയ്യുന്ന മോഡൽസ് ഫാഷനബിൾ ആണെന്നുള്ളതാണ്. നമ്മൾ ഇവിടേക്ക് വരുന്ന സമയത്ത് നിങ്ങൾക്ക് 4ാമത്തെ ലൈനിൽ കാണാൻ പറ്റും, ദ മോഡൽസ് ഓഫ് ദി പ്രോഡക്റ്റ് ആർ ആൻഷ്യന്റ്, റിവൈസ്ഡ്, ട്രഡീഷണൽ ആൻഡ് ഫാഷനബിൾ ആണ്. ഫാഷനബിൾ ആണ് എന്നാണ് പറയുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ അതും ശരിയാണ്. അപ്പൊ ഇതിൽ തെറ്റായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത് രണ്ടാമത്തതാണ്. അധികം കൺഫ്യൂഷനൊന്നും ആവശ്യമില്ല. ഓക്കെ, നമ്മൾ ഇതിലുള്ള 4ാമത്തെ ചോദ്യമാണ് ദി ഇമ്പോർട്ടൻസ് ബിഹൈൻഡ് ദി ഐഡിയ ഓഫ് ക്രാഫ്റ്റ്. ക്രാഫ്റ്റിന് പിറകിലുള്ള ആ ഒരു ഐഡിയക്ക് പിറകിലുള്ള ഇമ്പോർട്ടൻസ് എന്താണ്? ഗെയിൻഫുൾ എംപ്ലോയ്മെന്റ് ആണോ? ടു മേക്ക് ന്യൂ പ്രോഡക്ട്സ് ആണോ? അല്ലെങ്കിൽ ടു പ്രിസർവ് ദി ട്രഡീഷൻ എന്നുള്ളതാണോ? ടു സ്പെൻഡ് ക്വാളിറ്റി ടൈം എന്നുള്ളതാണ്? ഏതാണെന്ന് നമുക്ക് നോക്കാം. നമ്മൾ പാസേജ് നോക്കുന്ന സമയത്ത് നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇതില് പിന്നെ നമ്മളുടെ പാസേജിനകത്തേക്ക് നമ്മൾ വരുന്ന സമയത്ത് ഇതിൽ നിങ്ങൾക്ക് ഈ ഒരു 5th ലൈനിൽ കാണാൻ പറ്റും, ഹാൻഡിക്രാഫ്റ്റ് ഈസ് ഡീപ്ലി ഫ്രോസൺ ഇൻ സൊസൈറ്റി ആൻഡ് കോൺട്രിബ്യൂട്ട്സ് ടു ദി ഐഡിയ ഓഫ് പ്രിസർവിംഗ് ആൻഡ് പെർപ്പച്വേറ്റിംഗ് ട്രഡീഷൻ. അതായത് കോൺട്രിബ്യൂട്ട്സ് ടു ദി ഐഡിയ ഓഫ് പ്രിസർവിംഗ് ആൻഡ് പെർപ്പച്വേറ്റിംഗ് ട്രഡീഷൻ. അതായത് ട്രഡീഷൻ പെർപ്പച്വേറ്റ് ചെയ്യാനും പ്രിസർവ് ചെയ്യുന്നതിനും ഐഡിയക്കാണ് അത് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത്. അപ്പൊ ഇതിന്റെ ഉത്തരം ഏതാണ്? അതെന്ന് പറയുന്നത് 3ാമത്തതാണ്, ടു പ്രിസർവ് ദി ട്രഡീഷൻ എന്നുള്ളതാണ്. വളരെ സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ്. ഇനി അടുത്തത്, ദ മെറ്റീരിയൽസ് യൂസ് ഇൻ ദ പ്രോഡക്ട്സ് ആർ. പ്രൊഡക്ട്സിൽ ഉപയോഗിക്കുന്ന മെറ്റീരിയൽസ് ഏതൊക്കെയാണ്? നാച്ചുറൽ ഓൺലി, ഇൻഡസ്ട്രിയലി പ്രോസസ്ഡ് ആൻഡ് നാച്ചുറൽ ഓൺലി, റീസൈക്ലബിൾ ആൻഡ് നാച്ചുറൽ ഓൺലി. 4th വൺ, നാച്ചുറൽ, റീസൈക്ലബിൾ ആൻഡ് ഇൻഡസ്ട്രിയലി പ്രോസസ്ഡ്. വളരെ സിമ്പിൾ ആണ്. നിങ്ങൾ പാസേജിലേക്ക് പോയി കഴിഞ്ഞാൽ പാസേജിൽ നിങ്ങൾക്ക് 3ാമത്തെ ലൈനിൽ കാണാൻ പറ്റും, ദ മെറ്റീരിയൽസ് യൂട്ടിലൈസ്ഡ് ഇൻ ദ പ്രോഡക്റ്റ് ആർ നാച്ചുറൽ, ഇൻഡസ്ട്രിയലി പ്രോസസ്ഡ് ഓർ മേ ബി റീസൈക്കിൾഡ്. 3ഉം ആവാം. നാച്ചുറൽ ആവാം, ഇൻഡസ്ട്രിയലി പ്രോസസ്ഡ് ആവാം, റീസൈക്കിൾഡ് ആവാം. നമ്മൾ പാസേജിലേക്ക് വരുന്ന സമയത്ത് നാച്ചുറൽ, റീസൈക്കിളബിൾ ആൻഡ് ഇൻഡസ്ട്രിയലി പ്രോസസ്ഡ് എന്നുള്ളതാണ്. സോ വളരെ സിമ്പിൾ ആണ് അല്ലേ? എനിക്ക് തോന്നുന്നുണ്ടോ ഇങ്ങനെയൊക്കെ ആണെങ്കിൽ വളരെ എളുപ്പത്തിൽ. പിന്നെ ചിലപ്പോൾ നിങ്ങൾ ആലോചിക്കുന്നുണ്ടോ, ഇത് വളരെ സിമ്പിൾ പാസേജ്.
നമ്മളിതിൽ ജനറലി നമ്മൾക്ക് ഉണ്ടാവേണ്ട ഒരു അണ്ടർസ്റ്റാൻഡിങ് എന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞതുപോലെ 4 ടൈപ്പ് ക്വസ്റ്റ്യൻസേ വരുള്ളൂ. ഡയറക്റ്റ് ക്വസ്റ്റ്യൻ പിന്നെ നമുക്ക് ആൻസർ ചെയ്യാൻ എളുപ്പ വഴിയുണ്ട്. നമ്മൾ എന്ത് ചെയ്യാം, നമ്മൾ ആ ചോദ്യത്തിലുള്ള ഫ്രേസ് അത് നമ്മൾ പാസേജിൽ എവിടെയാണ് ആ ഫ്രേസ് വരുന്നത് നോക്കാം. നിങ്ങൾ ഇവിടെ ദ മെറ്റീരിയൽസ് യൂസ്ഡ് ഇൻ ദ പ്രോഡക്ട്സ് ആർ, അപ്പൊ ആ മെറ്റീരിയൽസ് ഈ പ്രൊഡക്റ്റുകളിലുള്ള മെറ്റീരിയൽസ് നമ്മൾ ആ പാസേജിലേക്ക് നോക്കുക, എവിടെയാണ് മെറ്റീരിയൽസ് ഇൻ ദ പ്രോഡക്റ്റ് എന്ന് പറയുന്നത് വരുന്നത്. ആ ഏരിയ നമ്മൾ ഐഡന്റിഫൈ ചെയ്യുക. അവിടെ അതിന് മുമ്പുള്ള സെന്റൻസ്, ആ സെന്റൻസ്, അതിന് ശേഷമുള്ള സെന്റൻസ്, അത് മൂന്നും വായിച്ചാൽ ആൻസർ കിട്ടി, ഒരു സംശയവുമില്ല. പിന്നെ നമ്മൾ അങ്ങനെ നമുക്ക് കിട്ടുന്നില്ല എന്നൊക്കെ, അപ്പൊ അത് ഇൻഡയറക്റ്റ് ആണ്. അപ്പൊ ഇൻഡയറക്റ്റ് ആകുമ്പോൾ എന്ത് ചെയ്യണം, നമുക്കൊരു ലോജിക്കൽ കൺക്ലൂഷനിൽ എത്താൻ പറ്റണം. 3 വൊക്കാബുലറി ആണ്. വൊക്കാബുലറി നിങ്ങളത് പിന്നെ ഒന്നുകിൽ നിങ്ങൾക്ക് വൊക്കാബുലറി ഉണ്ടാവുക, ഇനി അതല്ലെങ്കിൽ നിങ്ങൾ ഇത് പ്രാക്ടീസിലൂടെ എനിക്ക് മനസ്സിലാക്കാൻ പറ്റും ഇതാണ് ഇതിന്റെ അർത്ഥം എന്നുള്ളത്. നമ്മളൊക്കെ പിന്നെ മറ്റു ഭാഷകളിൽ ഹിന്ദിയിലൊക്കെ മുറിമുറിയൻ ഹിന്ദി വെച്ചിട്ട് നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യും. കാരണം എന്താണ്, നമുക്ക് മനസ്സിലാക്കും ഈ കോണ്ടെക്സ്റ്റിൽ ഇതാണ് അർത്ഥം, അതാണ് വൊക്കാബുലറി. 4മത്തെ എന്ന് പറയുന്നത് എന്താണ്, ആ പാസേജ് ആസ് എ ഹോൾ എന്നുള്ളതാണ്. അത് പിന്നെ നമ്മൾ ആ പാസേജ് ഒരു തവണ നമ്മൾ മനസ്സിരുത്തി വായിച്ചാൽ നമുക്ക് എളുപ്പത്തിൽ ആൻസർ ചെയ്യാവുന്നതേ ഉള്ളൂ. സോ ഇതാണ് ഞാൻ പാസേജ് കോംപ്രിഹെൻഷനുമായി ബന്ധപ്പെട്ടിട്ട് പറയാൻ ഉദ്ദേശിച്ചിട്ടുള്ളത്. ഇനി നമ്മൾ കോംപ്ലക്സ് പാസേജുകളിലേക്ക് കൂടി നമ്മൾ കടന്നു പോകും. അതായത് നമ്മൾ ഈ ഒരു പാസേജ് വളരെ സിമ്പിൾ ലാംഗ്വേജ് ആണ്, പിന്നെ നമുക്ക് കുറച്ചുകൂടി ഫെമിലിയർ ആണ്. പക്ഷെ അതിനപ്പുറത്തേക്ക് നമ്മൾ കുറച്ചുകൂടി കോംപ്ലക്സ് ആയിട്ടുള്ള പാസേജുകളിലേക്ക് കൂടി നമ്മൾ പോകുന്നതായിരിക്കും. സോ താങ്ക് യു ഓൾ ഫോർ ജോയിനിങ്. ആൻഡ് നമ്മൾ കോംപ്ലക്സ് പാസേജുകളെ കുറിച്ചുള്ള ഡിസ്കഷനിലേക്ക് നമ്മൾ കണ്ടിന്യൂ ചെയ്യുന്നതായിരിക്കും. സോ നിങ്ങൾക്ക് ഈ ഒരു പിന്നെ ഇതുവരെ എടുത്തിട്ടുള്ള കവർ ചെയ്തതിൽ നിന്ന് നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാവുന്നതാണ്. നമുക്ക് സംശയങ്ങൾ നിങ്ങൾക്ക് പിന്നെ ഈ ഒരു സെഷനിൽ തന്നെ ചോദിക്കാം. ഇനി അതല്ല എങ്കിൽ പിന്നെ നിങ്ങൾ ഗ്രൂപ്പിൽ ചോദിക്കാം. ഇനി അതുമല്ല എങ്കിൽ നിങ്ങളുടെ മെന്റേഴ്സ് ത്രൂ അല്ലെങ്കിൽ നമ്മുടെ ഒഫീഷ്യൽ കോൺടാക്ട്സ് ത്രൂ ഒക്കെ നിങ്ങൾക്ക് സംശയങ്ങൾ ചോദിക്കാവുന്നതാണ്. അപ്പം ആദ്യമായും അവസാനമായും എനിക്ക് നിങ്ങളോട് സൂചിപ്പിക്കാനുള്ളത് 3 കാര്യങ്ങൾ മാത്രമാണ്. അത് പ്രാക്ടീസ് എന്നുള്ളതാണ്. പ്രാക്ടീസ് മാത്രമാണ് നമുക്കിതിനുള്ള ഏറ്റവും വലിയ ഒരു എളുപ്പ വഴി എന്നുള്ളത്. So we are winding up today's session, and thank you all for joining.